നമുക്കിന്ന് ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ടാണ്. പിന്നെ അതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, കാന്താരി, കറിവേപ്പില, സവോള, ചെറിയുള്ളി, തക്കാളി, തേങ്ങാക്കൊത്ത്, ഇത്രയാണ് നമുക്ക് വേണ്ടത്. പിന്നെ അതിലേക്ക് വേണ്ട പൊടികൾ എന്താണെന്ന് വെച്ചാൽ മുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ട പൊടികൾ. ആദ്യം തന്നെ നമുക്ക് സ്റ്റൗ കത്തിച്ച് മൺചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള അത്രയും കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് കടുക് ഇടുന്നുണ്ട് ഇവിടെ. പിന്നെ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം, എനിക്കാണെങ്കിൽ തേങ്ങാക്കൊത്ത് നന്നായി കടിക്കുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ട് കുറച്ച് ഞാൻ ഏറെ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്തിട്ട് അതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. തേങ്ങാക്കൊത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ച് കൊടുക്കണം. ആ സമയത്ത് ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരിയും കൂടി നന്നായി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് പേസ്റ്റ് പോലൊന്നും അരഞ്ഞു പോകണ്ട, അതൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അപ്പോഴത്തേക്കും നമ്മുടെ തേങ്ങാക്കൊത്ത് നന്നായി കളറ് മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഇട്ടത് സവോളയും ചെറിയുള്ളിയും കൂടി അരിഞ്ഞതാണ്. സവോളയുണ്ട്, അതിൽ ചെറിയുള്ളി ഉണ്ട്. ചെറിയുള്ളി ഇട്ടാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും, അതുകൊണ്ടാണ് ചെറിയുള്ളി ഇട്ടത് കേട്ടോ. എന്നിട്ട് അതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പം, ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരിയും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പം നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി ഒന്ന് നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് പെരിഞ്ജീരകപ്പൊടി, കുറച്ച് ഗരം മസാല, കുരുമുളക് പൊടി ആവശ്യത്തിന് ഇടുന്നുണ്ട്. കാരണം നമുക്ക് ഞണ്ട്, കൊഞ്ച് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾക്ക് നന്നേ കുരുമുളക് പൊടി ഇടണം, എന്നാലേ അതിൻ്റേതായ ഒരു ടേസ്റ്റ് വരുള്ളൂ. പിന്നെ പാകത്തിന് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഞണ്ടിട്ട് കൊടുക്കാം. ഞണ്ടിട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, ആ മസാലയൊക്കെ ഒന്ന് ഞണ്ടിൽ പിടിച്ച് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടാകും. കുറച്ച് വെള്ളം നമുക്ക് ഞണ്ടിൽ നിന്നും ഇറങ്ങും, അത് വേകുന്ന ടൈമിൽ ഞണ്ടിൽ നിന്നൊരു ശകലം വെള്ളം ഇറങ്ങും. ഇനി ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്ത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് തുറന്നു നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാകമൊക്കെ ആകുമ്പം നമുക്ക് നമ്മുടെ ഞണ്ട് അത്യാവശ്യം നന്നായി വെന്തിട്ടുണ്ടാകും. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് ഉപ്പോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നോക്കണം. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ എനിക്ക് ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. അതേ കണക്ക് ഗരം മസാലയും കുറച്ച് കുറവുള്ളത് കണക്ക് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും ഗരം മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം.
ഈ ഒരു പാകമാണ് നമ്മുടെ ഞണ്ട് റോസ്റ്റിന് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റ് നന്നായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കാം. ഒരു 10-15 മിനിറ്റിനുള്ളിൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റും. ഞാനിവിടെ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ തൂക്കി കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇപ്പോൾ തന്നെ കുറച്ച് എണ്ണ കൂടി നമുക്ക് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷാണ്. ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക. താങ്ക്